ഹായ് എവറി വൺ. ഇന്ന് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ മേജർ ഇഷ്യൂസിനെ പറ്റിയിട്ടാണ് നമ്മൾ ഡിസ്കസ് ചെയ്യണത്. അതായത് ഇന്ത്യയിൽ എന്താ പറയുക, ഇഷ്ടം പ്രകാരം നാച്ചുറൽ റിസോഴ്സസ് ഉണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞതൊരു ഡെവലപ്ഡ് കൺട്രി അല്ല. സോ അവരുടെ മേജർ ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നമ്മുടെ നാച്ചുറൽ റിസോഴ്സസ് ഒന്നും മാക്സിമം യൂട്ടിലൈസ് ചെയ്യണില്ല എന്നൊക്കെയാണ് പറഞ്ഞത്. നമുക്ക് നോക്കാം എന്തൊക്കെയാണ് നമ്മുടെ ഇന്ത്യൻ എക്കണോമിയുടെ മേജർ ഇഷ്യൂസ് എന്നാണ്. ഇത് ഫസ്റ്റ് വൺ ആണ് ലോ പെർ ക്യാപിറ്റൽ ഇൻകം ആൻഡ് ലോ ലെവൽ ഓഫ് എക്കണോമിക് ഗ്രോത്ത്. The per capita income of India people, one of the lowest in world. When we compare to other countries, ഇന്ത്യയുടെ പെർ ക്യാപിറ്റൽ ഇൻകം എന്ന് പറയുന്നത് വളരെയധികം കുറവാണ്. അതേപോലെ തന്നെ അവരുടെ ഗ്രോത്ത് റേറ്റ് അറൗണ്ട് 65% പെർ ആനമാണ് അവരുടെ GDP എന്ന്. അതും നമ്മൾ അഡ്വാൻസ്ഡ് കൺട്രീസിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ, ഡെവലപ്ഡ് കൺട്രീസിനായിട്ട് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ GDP ഗ്രോത്ത് റേറ്റും എന്ന് പറഞ്ഞതും വളരെയധികം കുറവാണ് എന്നാണ് പറയുന്നത്. പിന്നെ ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ, BPL കൂടുതലാണ് അല്ലേ. ഇൻ ഇന്ത്യ മേജർ ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ഈസ് റിമൂവൽ ഓഫ് പോവർട്ടി. ഇന്ത്യയുടെ ഒരു വൺ ഓഫ് ദ മെയിൻ ടാസ്ക് അത് എന്താണെന്ന് വെച്ചാൽ പോവർട്ടി എങ്ങനെയെങ്കിലും കുറയ്ക്കുക അല്ലെങ്കിൽ ഇല്ലാതാക്കുക എന്നാണ് മെയിനായിട്ട് അവർ നോക്കിക്കൊണ്ടിരിക്കുന്ന കാര്യം. അറൗണ്ട് ഒരു 40% ഓഫ് പോപ്പുലേഷൻ ലിവിങ് ബിലോ ദ പോവർട്ടി ലൈനാണ്. ഇന്ത്യയിൽ ഒരു 40% BPL തന്നെയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത് എന്നാണ് പറയുന്നത്. കുറേ പീപ്പിളിന് എന്താ പറയുക, ഫുഡില്ല, അതേപോലെ ഷെൽട്ടർ ഇല്ല, ക്ലോത്ത്സ് വെയർ ചെയ്യാനൊന്നും അങ്ങനത്തെ വളരെയധികം ദാരിദ്ര്യത്തിലാണ് ഇപ്പോഴും ഇന്ത്യ പോയിക്കൊണ്ടിരിക്കുന്നത്. കുറേ ഗവൺമെൻറ് മെഷേഴ്സ് ഹാവ് ബീൻ ടേക്കൺ ടു റിമൂവ് പോവർട്ടി നീക്കം ചെയ്യാൻ ഗവൺമെൻറ് കുറേ മെഷേഴ്സ് എടുത്തെങ്കിൽ പോലും ഈ മെഷേഴ്സ് എന്താണ്, ഫെയിൽ ആവുകയാണ് ചെയ്തത്. ദിസ് റിമൂവൽ ഓഫ് പോവർട്ടി ഈസ് എ മേജർ ഇഷ്യൂ ഓഫ് ഡെവലപ്മെൻറ്റ് ഇന്ത്യ ഡെവലപ്മെൻറ്റ് ആവാൻ വേണ്ടിയിട്ട്, അതായത് ഡെവലപ്ഡ് കൺട്രി ആവാണത് എന്താ പറയുക, ഒരു പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ പോവർട്ടി തന്നെയാണെന്ന്. പിന്നെ നെക്സ്റ്റ് ഹൈ പ്രൊപ്പോർഷൻ ഓഫ് പീപ്പിൾ ബിലോ ദ പോവർട്ടി ലൈൻ എന്നാണ് അനദർ പ്രോബ്ലം. അതായത് ഇന്ത്യയിൽ അനദർ പ്രോബ്ലം എന്ന് പറയുന്നത് നമുക്ക് ആവശ്യം അനുസരണമുള്ള ന്യൂട്രീഷ്യസ് ആയിട്ടുള്ള ഫുഡ് കാര്യങ്ങളൊന്നും ഇട്ടില്ല. അതായത് ഇപ്പോൾ 56% ഓഫ് അർബൻ പോപ്പുലേഷനും 49% റൂറൽ എടുക്കുകയാണെങ്കിൽ, പീപ്പിൾസിനെ എടുക്കുകയാണെങ്കിൽ ഇന്നാഡിക്വേറ്റ് ന്യൂട്രീഷനാണ്. പോഷകാഹാരം കാര്യങ്ങളൊന്നും കിട്ടണില്ല, വേണ്ടുവോളമുള്ള ആഹാരം കാര്യങ്ങളൊന്നും കിട്ടണില്ല. അവർക്ക് എന്താ വെജിറ്റബിൾസോ ഫ്രൂട്ട്സോ മിൽക്കോ ഫിഷോ മീറ്റോ എഗ്ഗോ ഫാർ ഷോർട്ട് ടു ദെയർ റിക്വയർമെൻറ്റ്സ് അവർക്ക് അതൊന്നും ലഭ്യമാകുന്നില്ല. അവർക്ക് വേണ്ട പോഷകാഹാരങ്ങൾ കേട്ടിട്ടില്ലേ, പോഷകാഹാരങ്ങൾ കുറഞ്ഞിട്ട് കുട്ടികളുടെ മരണം അങ്ങനെ പല കാര്യങ്ങളൊക്കെ ഉണ്ടായില്ലേ. ദ ഡയറ്റ് ഓഫ് ആവറേജ് ഇന്ത്യൻ ഈസ് അൺബാലൻസ്ഡ്. അതായത് ഡയറ്റ്, അതായത് ഇന്ത്യൻ ആവറേജ് സിസ്റ്റം ഡയറ്റ് എന്ന് പറയുന്നത് വളരെയധികം എന്താ പറയുക അൺബാലൻസ് ആണ്. അതേപോലെ ദ പോവർട്ടി ആൻഡ് മൾ ന്യൂട്രീഷൻസ്, അതായത് പോഷകാഹാരങ്ങളില്ല. അത് റീസൺ ഫോർ ലോ പ്രൊഡക്ടിവിറ്റി ആൻഡ് ഇൻഎഫിഷ്യൻസി ഓഫ് ലേബർ. അതുകൊണ്ട് ഇങ്ങനെ പോഷകാഹാരങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് എന്താ പറയുക, നമ്മുടെ പ്രൊഡക്ടിവിറ്റി കൂടില്ല. അതായത് നമുക്ക് നല്ല ഫുഡോ നല്ല ഷെൽട്ടറോ ഒന്നും കിട്ടിയില്ലെങ്കിൽ നമുക്ക് എന്താണ് ഓട്ടോമാറ്റിക്കലി നമ്മൾ വയ്യാണ്ടാവും. അപ്പോൾ നമ്മുടെ വയ്യാണ്ടാകുമ്പോൾ നമുക്ക് പണിയെടുക്കാൻ ബുദ്ധിമുട്ടാവും. അപ്പോൾ അവിടെ എന്താ ഉണ്ടാവുക, ലോ പ്രൊഡക്ടിവിറ്റിയാണ് ഉണ്ടാവുന്നത്. അത് ഏതിൽ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയിലായാലും ഇൻഡസ്ട്രിയൽ പ്രൊഡക്ടിവിറ്റിയിലായാലും ഹൈ പ്രൊഡക്ടിവിറ്റി ഉണ്ടാവില്ല എന്ന്. പ്രോബ്ലം ഓഫ് അൺഎംപ്ലോയ്മെൻറ്റ് അറിയാലോ. അൺഎംപ്ലോയ്മെൻറ്റും ഇതേപോലെ തന്നെ ഇന്ത്യയിൽ എന്താ പറയുക, ഈ ഇമ്പോർട്ടൻറ്റ് ഡെവലപ്മെൻറ്റ് ഇഷ്യൂ ഇൻ ഇന്ത്യ ഈസ് ടു റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് ആൻഡ് ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു മില്യൺസ് ഓഫ് പീപ്പിൾ വിത്തൗട്ട് ജോബ്സ്. അതായത് അൺഎംപ്ലോയ്മെൻറ്റ് നിർത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയിൽ എന്താ ചെയ്തേ, കുറേ പീപ്പിളിൽ ജോലി ഇല്ലാണ്ട് തന്നെ നടക്കുന്നുണ്ട്. പഠിച്ചിട്ടും അവർക്ക് വേണ്ട രീതിയിലുള്ള ജോലി കാര്യങ്ങളൊന്നും കിട്ടാണ്ട് അവസ്ഥ വരുന്നുണ്ട്. ഇറ്റ് മേ ബി നോട്ട് എ ഡെവലപ്ഡ് പ്ലാൻസ് ഇന്ത്യ എന്നിട്ട് കുറേ പേർക്ക് ജോലി കൊടുക്കാൻ വേണ്ടിയിട്ട് കുറേ ഡെവലപ്ഡ് പ്ലാൻസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു, കുറേ പ്ലാൻസ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. പക്ഷേ അതൊക്കെ ഫെയിലിയറായി. ഗവൺമെൻറ് ഫോക്കസ് ഷുഡ് ബി എക്സ്പാൻഡ് എംപ്ലോയ്മെൻറ്റ് ത്രൂ ലേബർ ടെക്നോളജീസ്, ദ എക്സ്പാൻഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ കൂട്ടിയിട്ട്, അതുപോലെ സോഷ്യൽ സർവീസസ്, അതായത് റോഡ് കൺസ്ട്രക്ഷൻ, റൂറൽ ഇലക്ട്രീഷ്യൻ, വാട്ടർ, അതൊക്കെ കുറച്ച് കൂടുതൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആൾക്കാർക്ക് പണി ഉണ്ടായിക്കോട്ടെ എന്ന് വെച്ചിട്ട് ഇങ്ങനത്തെ ഓരോ പദ്ധതികൾ ഇറക്കിയെങ്കിൽ പോലും ഈ പദ്ധതികൾക്ക് ഇൻഫ്രാസ്ട്രക്ചറിന് പോലും ഫണ്ട് തികയണില്ല. അപ്പോൾ പിന്നെ ജോലി അവർക്ക് കിട്ടുമോ?
അപ്പോൾ അതാണ് പ്രോബ്ലം, അൺഎംപ്ലോയ്മെൻറ്റ്, ജോലിയില്ലായ്മ. പിന്നെ പോപ്പുലേഷൻ പ്രഷർ, അതായത് ഇന്ത്യ എന്ന് പറയുന്നത് നല്ല പോപ്പുലേഷൻ കൺട്രി ആണ് എന്ന് തന്നെ പറയാം. അതായത് അതും നമ്മുടെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്, ഡെവലപ്മെൻറ്റിനെ എഫക്റ്റ് ചെയ്യുന്നുണ്ടെന്നാണ്. ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് പ്രോബ്ലം വിച്ച് എഫക്റ്റ് ഡെവലപ്മെൻറ്റ് ഈസ് ദ റാപ്പിഡ് ഗ്രോത്ത് ഓഫ് പോപ്പുലേഷൻ. വാട്ട് എവർ ഡെവലപ്മെൻറ്റ് ടേക്ക് പ്ലേസ് ഈസ് സോൾവ്ഡ് ബൈ ഇൻക്രീസിങ് പോപ്പുലേഷൻസ്. പോപ്പുലേഷൻ കൂടുന്നതനുസരിച്ചിട്ട് എന്താ ഉണ്ടായത്? പോപ്പുലേഷൻ കൂടുന്നത് കൊണ്ട് എന്താ പറയുക, അവിടെ ഡെവലപ്മെൻറ്റ് ഉണ്ടാവണില്ല. ദ റേസിങ് പോപ്പുലേഷൻ ഇപ്പോൾ ഗ്രേറ്റ് എക്കണോമിക് ബേർഡൻ. ഇങ്ങനെ പോപ്പുലേഷൻ കൂടുമ്പോൾ എന്താണ്, ഒന്നാമത് ജോലിയില്ല, പോവർട്ടിയാണ്. അപ്പോൾ അതിൻ്റെ ഒപ്പം ആൾക്കാർ കൂടുന്നതനുസരിച്ചിട്ട് എന്താ ഉണ്ടാവണം, എക്കണോമിക് ഗ്രോത്തിന് അത് വല്ലാണ്ട് എഫക്റ്റ് ചെയ്യും. അതിന് വേണ്ടിയിട്ട് ഫാമിലി പ്ലാൻസ് ഒക്കെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. 2 കുട്ടികളെന്നൊക്കെ പറഞ്ഞിട്ട് ഉണ്ടായിരുന്നു. Thus India cannot grow unless population is kept under control. കൺട്രോളിലല്ലാത്തതുകൊണ്ട് പോപ്പുലേഷൻ കൂടുന്നത്, അപ്പോൾ ഇന്ത്യയുടെ കൺട്രോളിലല്ല, അപ്പോൾ അത് ഡെവലപ്ഡ് ആവണില്ല എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് വൺ ആണ് ലാക്ക് ഓഫ് ഹെവി ഇൻഡസ്ട്രീസ്. ബ്രിട്ടീഷ് റൂളായിരുന്ന സമയത്ത് ഗവൺമെൻറ് ഡു നോട്ട് എൻകറേജ് ദ ഗ്രോത്ത് ഓഫ് ഹെവി ഇൻഡസ്ട്രി. ഹെവി ഇൻഡസ്ട്രീസിനൊന്നും വല്ലാണ്ട് പ്രോത്സാഹിപ്പിച്ചിരുന്നില്ല. ഡ്യൂറിങ് നമ്മുടെ ബ്രിട്ടീഷ് ഭാരമായിരുന്ന സമയത്ത് അവർ ഹെവി ഇൻഡസ്ട്രീസിനല്ല, സ്മോൾ സ്കെയിൽ ഇൻഡസ്ട്രീസിനായിരുന്നു അവർ കൂടുതൽ ഫോളോ ചെയ്തിരുന്നത്. ദേ ലുക്ക് എവേ ദ റോ മെറ്റീരിയൽ ഫ്രം ഇന്ത്യ ആൻഡ് സ്റ്റാർട്ടഡ് ഇൻഡസ്ട്രി ഇൻ ബ്രിട്ടൻ. ബ്രിട്ടൻകാരെന്താ ചെയ്യണത്, ഇന്ത്യയിൽ നിന്ന് റോ മെറ്റീരിയൽസ് കളക്ട് ചെയ്തിട്ട് അവിടെ വലിയ ഇൻഡസ്ട്രീസൊക്കെ അവർ ഡെവലപ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അത് കണ്ടിട്ട് ഫ്ലറിഷ്ഡ് ദർ. അപ്പോൾ എന്താണ്, അവർ അവിടെ നടന്ന് വളർന്നു തുടങ്ങി. ആഫ്റ്റർ ഇൻഡിപെൻഡൻസ് ഗവൺമെൻറ് ഡിസൈഡഡ് ടു ഗെറ്റ് ബൂസ്റ്റ് ഹെവി ഇൻഡസ്ട്രീസ് ഓഫ് ബിൽഡ് ഇൻഡസ്ട്രിയൽ ബേസ് ഓഫ് ദി എക്കണോമി. പക്ഷേ ഇൻഡിപെൻഡൻസ് സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം ഇന്ത്യ ചിന്തിച്ചു തുടങ്ങി പുതിയ ഇൻഡസ്ട്രീസ് എക്കണോമിയിൽ കൊണ്ടുവരാമെന്ന്. പക്ഷേ എന്തായാലും എന്താ പറയുക, ഇൻഡസ്ട്രീസ് ഉണ്ട്, പക്ഷേ നമ്മൾ ഡെവലപ്ഡ് കൺട്രീസായ USA, UK ഒക്കെ കമ്പയർ ചെയ്യുമ്പോൾ നമ്മുടെ എന്താ പറയുക കൺട്രി അത്ര ഇൻഡസ്ട്രിയിലെ കാര്യത്തിന് വലിയ ഡെവലപ്ഡ് ആയിട്ടില്ല. ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി ഹാസ് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുണ്ട്. ഇന്ത്യയുടെ എക്കണോമി റിവോൾവ് അറൗണ്ട് അഗ്രികൾച്ചർ അല്ലേ. ഇന്ത്യയുടെ ഫുൾ കാര്യം എന്ന് പറഞ്ഞാൽ അഗ്രികൾച്ചറിനെ ബേസ് ചെയ്തിട്ടായിരുന്നു ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത്. പക്ഷേ അൺഫോർച്യുനേറ്റ്ലി അഗ്രികൾച്ചർ ലോ ഇൻ ഇന്ത്യ. ഇപ്പോൾ എന്താണ്, അഗ്രികൾച്ചറിൻ്റെ പ്രൊഡക്ടിവിറ്റി എന്ന് പറയുന്നത് വളരെയധികം കുറവാണ് അല്ലേ. എന്താണ്, the yield per hectare important crops in India lowest when compared to USA. There is so many reasons for low productivity. കുറേ റീസൺസ് ഉണ്ട് എന്തുകൊണ്ടാണ് പ്രൊഡക്ടിവിറ്റി കുറയാൻ കാരണമെന്ന്. വൺ ഓഫ് ദ റീസൺ ദാറ്റ് അഗ്രികൾച്ചർ ഇസ് സെഡ് ടു ഗാമ്പിൾ ഇൻ ദ മൺസൂൺ. കാലാവസ്ഥ ഒരു ഇതാണ്. നമ്മൾ കഴിഞ്ഞ കൊല്ലം കാലാവസ്ഥയുടെ വ്യത്യാസം അല്ലേ, അന്ന് പ്രളയം വന്നപ്പോൾ എന്താണ്, കുറേ കൃഷിനാശങ്ങൾ, നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യാത്ത ഒരു കാലാവസ്ഥകളാണ് വരുന്നത് അല്ലേ. ഇപ്പം തന്നെ നോക്കൂ, ജനുവരിയിലെ സമയത്തൊക്കെ മഴ പെയ്യണു, അല്ലെങ്കിൽ ജനുവരി അല്ല, മാർച്ച് ടൈമിലൊക്കെ മഴ പെയ്യണു. അത് നമ്മൾ കാലാവസ്ഥയുടെ ഒരു പ്രോബ്ലം ഉണ്ട്. അതേപോലെ തന്നെ അതർ റീസൺ ഓവർ ക്രൗഡിങ്, കുറേ ആൾക്കാർ കൂടുന്നത്. അതേപോലെ സ്മോൾ ആൻഡ് അൺഎക്കണോമിക് ഹോൾഡിങ്, അതായത് ഇപ്പോൾ പാടങ്ങളൊന്നും ഇല്ലാണ്ട് അതൊക്കെ നിരത്തിയിട്ട് വീടുകൾ, ആൾക്കാർ കൂടുന്നതനുസരിച്ചിട്ട് എന്താ ജീവിക്കാൻ സ്ഥലം വേണ്ടേ, അപ്പോൾ അവരെന്താ പാടങ്ങളൊക്കെ നിരത്തിയിട്ട് വീട് വയ്ക്കാൻ തുടങ്ങി. ഈ വീട് വയ്ക്കുന്ന സമയത്ത് വെള്ളം പോകണ്ടേ, അത് കെട്ടി നിന്നിട്ട് കൃഷിനാശം വരുന്നു. അതേപോലെ തന്നെ പാടങ്ങൾ നശിക്കുന്നു, അപ്പോൾ നെല്ല് കൃഷി നടക്കുന്നില്ല. സോ ഇതൊക്കെയാണ് നല്ല. പിന്നെ ഓൾഡ് എക്യുപ്മെൻറ്റ്സ്, പുതിയ എക്യുപ്മെൻറ്റ്സ് കാര്യങ്ങളൊന്നും എടുക്കാണ്ട് പഴയതിൽ തന്നെയാണ് ചില ആൾക്കാർ ഇപ്പോഴും ഫോളോ ചെയ്യുന്നത്. അതൊക്കെയാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ലോ ഇൻഡസ്ട്രിയിലെ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റിയിൽ. അതേപോലെ തന്നെ ഫാമേഴ്സിന് ഇൻഡെപ്റ്റ്നെസ്, കടങ്ങൾ വന്ന് കയറുമ്പോൾ ഫാമേഴ്സ് എന്താണ് ഓട്ടോമാറ്റിക്കലി സൂയിസൈഡ് ചെയ്യുകയാണ് ചെയ്യണം. അപ്പോൾ അതിലേക്ക് ഇറങ്ങാൻ ആൾക്കാർക്ക് ഭയം ഉണ്ടാകും. അതുകൊണ്ട് ലോ അഗ്രികൾച്ചർ പ്രൊഡക്ടിവിറ്റി. പാരലൽ എക്കണോമി, കഴിഞ്ഞ കൊല്ലം യൂണിവേഴ്സിറ്റിയിൽ ചോദിച്ച ഒരു ക്വസ്റ്റ്യനാണ് എന്താണ് പാരലൽ എക്കണോമി എന്ന്. അതായത് അതിന് നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ട് പറയാം. ഇങ്ങനെ എന്താ പറഞ്ഞാൽ ബ്ലാക്ക് മണീനെ പറയുന്നതാണ് പാരലൽ എക്കോണമി എന്ന് പറയുന്നത്. പാരലൽ എക്കണോമി ഫംഗ്ഷൻ അൺഓതറൈസ്ഡ് സെക്ടർ ഇൻ എക്കണോമി വിച്ച് ഒബ്ജക്റ്റീവ് റൂറൽ പാരലൽ അൺഓതറൈസ്ഡ് ഈസ് എ ബ്ലാക്ക് മണി എന്ന് പറയില്ലേ, അൺഅക്കൗണ്ടഡ് മണി. അത് ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ് കമ്പാരിറ്റീവ്ലിയിട്ട്. അപ്പോൾ ഇന്ത്യയിലെ ഏറ്റവും വലിയ ബിഗ്ഗസ്റ്റ് ത്രെറ്റ് എന്ന് പറഞ്ഞത് പാരലൽ എക്കണോമിയാണ്. നമുക്ക് ഇനി അടുത്ത ക്ലാസ്സിൽ പറയാം. അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ആൻഡ് വെൽത്ത്.
equality, income and wealth in India during last 6 decades, the planned economic development. On the other hand, concentration of income has increased. Even small gains of development of a year have been not equally distributed. എന്ത് വന്നാൽ അവർ ഈക്വലായിട്ട് ഒരു കാര്യം എത്ര ഗെയിൻ വന്നാൽ പോലും അത് ഈക്വലായിട്ട് അത് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണില്ല. നമ്മുടെ ഇൻകം ആയാലും വെൽത്ത് ആയാലും ഒന്നും എന്താണ് കോമൺ ആയിട്ട് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യണില്ല. അതിലും എന്തെന്നാണത് പാർഷ്യാലിറ്റി കാണിക്കുകയാണ് ചെയ്യണത്. ഈ പണക്കാരായവർക്ക് എന്താ പണക്കാരാവും, പാവങ്ങളുള്ളത് പാവങ്ങൾ, അതൊന്നും ഈക്വലി ഡിസ്ട്രിബ്യൂട്ട് ആണ്. അതാണ് എന്തെന്ന് പറഞ്ഞത് അൺഈക്വൽ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഇൻകം ഇൻ ഇന്ത്യ. ഇനി അൺഎംപ്ലോയ്മെൻറ്റ് ഓഫ് ഇന്ത്യ. അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞത് എന്താ, നമ്മൾ പറഞ്ഞു എന്താണ് എന്ന് വെച്ചാൽ ഇന്ത്യയിലെ ഏറ്റവും ഫേസ് ചെയ്യുന്നത് അൺഎംപ്ലോയ്മെൻ്റ് ആണ്. കൂടുതലിങ്ങനെ പറയണം, എപ്പോഴും പറഞ്ഞ് കേട്ടിട്ടുള്ള ഒരു കാര്യമാണ്, എന്നാലും ജസ്റ്റ് ഒന്ന് പറയണമെന്നറിയാം. We can see in most society the people are unable to willing to work, but എന്താ മക്കളെ അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുമ്പോൾ തന്നെ അറിയാം പീപ്പിളിന് ഏബിളാണ്, അവർ വർക്ക് ചെയ്യാൻ റെഡിയാണ്, പക്ഷേ ജോലി ഇല്ല. അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറയണതാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. അതേപോലെ തന്നെ അവിടെ ലേബർ സപ്ലൈ ഉണ്ട് എങ്കിൽ പോലും അതിനൊരു എന്താ പറയുക ലേബർ സപ്ലൈക്കാണ് കൂടുതൽ ഡിമാൻഡ് ഉള്ളത്. അപ്പോൾ നമ്മൾ എന്താ പറയുക പണി എന്താ പറയുക നമ്മൾ അറിയാം, കാര്യങ്ങൾ അറിയാം എന്ന് വെച്ചാൽ നമുക്കത് ചെയ്യാൻ റെഡിയാണ്, പക്ഷെ അങ്ങനത്തെ ചെയ്യാനുള്ള തൊഴിലില്ല. അങ്ങനത്തെ തന്നെയാണ് അൺഎംപ്ലോയ്മെൻറ്റ് എന്ന് പറയുന്നത്. ഇനി കോസസ്, ഇനി കൂടുതൽ പറയാനില്ല അൺഎംപ്ലോയ്മെൻറ്റ് കോസസ്, അതായത് അത് എന്തൊക്കെയാണ് അതിൻ്റെ റീസൺസ്. ഹൈ പോപ്പുലേഷൻ പ്രഷർ, അതായത് പോപ്പുലേഷൻ ഇൻക്രീസ് ചെയ്യാണ് അല്ലേ, ഇന്ത്യയിലെന്ന് പറഞ്ഞാൽ പോപ്പുലേഷൻ ആണ്. അപ്പോൾ പോപ്പുലേഷൻ കൂടുമ്പോൾ എന്താ ആൾക്കാർ കൂടുന്നതനുസരിച്ച് എന്താണ് ജോലി കൊടുക്കാൻ അവിടെ ഉണ്ടാവില്ല. അതാണ് പോപ്പുലേഷൻ, അതൊരു കാരണമാണ്. എക്കണോമിക്യുടെ ഗ്രോത്ത് റേറ്റ് ഓഫ് എക്കണോമി, അതായത് ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ജോബ്സ് നമുക്ക് ക്രിയേറ്റ് ചെയ്യാം. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ എക്കണോമിയുടെ ഗ്രോത്ത് എന്ന് പറഞ്ഞത് വളരെയധികം കുറവാണ്. അതുകൊണ്ട് നമുക്ക് ആഡ്യൂക്കേറ്റ് ആയിട്ടുള്ള ജോബുകൾ കിട്ടാനില്ല. ഇൻഅപ്രോപ്രിയേറ്റ് ടെക്നോളജി, അതായത് ഇപ്പോഴും എന്താ പറയുക ലേബർ ഇൻറ്റൻസീവ് ടെക്നോളജി അത് ടെക്നോളജി കാര്യങ്ങളൊന്നും കൂടുതൽ ചിലർ യൂസ് ചെയ്യുന്നില്ല. അവർ പഴയ കാര്യങ്ങൾ തന്നെ അപ്രോപ്രിയേറ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ, അവർ ലേബർ സപ്ലൈസ് ഉണ്ട്, പക്ഷേ ക്യാപിറ്റലിലേക്കാണ് കൂടുതൽ ഇന്ത്യ ഫോക്കസ് ചെയ്യണത്. അതുകൊണ്ട് ലേബറിനെ അധികം നോക്കണില്ല. ഇൻഅപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം, അതായത് വൊക്കേഷണൽ ആൻഡ് ടെക്നിക്കൽ എഡ്യൂക്കേഷൻ, അതായത് തൊഴിലനുഷ്ഠിതമായ കോഴ്സുകളൊന്നുമല്ല. ഇപ്പോൾ ബികോം കഴിഞ്ഞു, നിങ്ങൾ ബികോം തിയറി പഠിച്ചു, കാര്യങ്ങൾ പഠിച്ചു, പക്ഷേ നിങ്ങൾ അതിന് അഡീഷണലായിട്ട് ചിലപ്പോൾ ടാലിയൊക്കെ പഠിക്കേണ്ടി വരും. എന്നാലാണ് നിങ്ങൾക്ക് ജോലി കിട്ടാറുണ്ടാവുക. അപ്പോൾ അതാണ് പ്രോപ്പറായിട്ടുള്ള എഡ്യൂക്കേഷൻ, അപ്രോപ്രിയേറ്റ് എഡ്യൂക്കേഷൻ സിസ്റ്റം. റൂറൽ അർബൻ മൈഗ്രേഷൻ, അതായത് അർബൺ ഏരിയാസിൽ എന്താണ് കൂടുതൽ തൊഴിൽ കിട്ടുമെന്ന് വിചാരിച്ചിട്ട് റൂറലിൽ നിന്ന് അർബണിലേക്ക് ചെല്ലും. അർബണിൽ ആൾക്കാർ കൂടുമ്പോൾ ഓട്ടോമാറ്റിക്കലി എന്താണ് ആൾക്കാർ കൂടുന്നതനുസരിച്ച് അവിടെ അതിനുള്ളതായ തൊഴിലുകൾ ഉണ്ടാവില്ല. ഡിക്ലൈൻ ഇൻ ട്രഡീഷണൽ ഇൻഡസ്ട്രിയൽ ആക്ടിവിറ്റീസ്, അതായത് കുറേ പുതിയ ടെക്നോളജി വന്നു. ഇപ്പോൾ റോബോട്ടൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ മെഡിക്കൽ ഫീൽഡിലൊക്കെ ചില സ്ഥലത്തൊക്കെ എന്താ പറയുക റോബോട്ട്സിനെ കൊണ്ടുവന്നു. അപ്പോൾ എന്താ ഉണ്ടാവണത് അവിടെ പുതിയ ടെക്നോളജി വരുമ്പോൾ എന്താ ഉണ്ടാവുക ഓട്ടോമാറ്റിക്കലി നമ്മൾ ആൾക്കാരൊക്കെ ഓരോരുത്തരായിട്ട് പറഞ്ഞയക്കാൻ തുടങ്ങും. അപ്പോൾ എന്താ ഉണ്ടാവണത് അവരുടെ ഇപ്പോൾ പുതിയ ട്രഡീഷണൽ വന്നാൽ നമുക്ക് കോമ്പീറ്റ് ചെയ്യാൻ പറ്റില്ല. ട്രഡീഷണൽ മാർക്കറ്റ് പുതിയ കോമ്പറ്റീറ്റേഴ്സിനായിട്ട് ഇതാവില്ല. അപ്പോൾ അവരുടെ സ്ട്രെങ്ത്ത് ലൂസ് ആവും. ഓട്ടോമാറ്റിക്കലി അവിടെ ഉണ്ടായിരുന്ന ജോലിയുള്ളവരൊക്കെ പറഞ്ഞയക്കുകയും ചെയ്യും. ഡെഫക്റ്റീവ് എംപ്ലോയ്മെൻറ്റ് പ്ലാനിങ് ആൻഡ് പവർ പ്ലാൻ, അതായത് ഗവൺമെൻറ് അങ്ങനെ എന്താ പറയുക എംപ്ലോയ്മെൻറ്റ് സ്ട്രാറ്റജീനായിട്ടൊന്നും എന്താ പറയുക ഫോക്കസ് കാര്യങ്ങളൊന്നും ചെയ്യണില്ല. അതേപോലെ തന്നെ നോ മാൻ പവർ റിക്വയർമെൻറ്റ്സ് ഓഫ് എക്കണോമി ഹാസ് ടു ബി എസ്റ്റിമേറ്റഡ്. ഇവിടെ എന്താ പറയുക മാൻ പവർ കാര്യങ്ങളൊന്നും ഇവിടെ എക്കണോമിയിൽ എസ്റ്റിമേറ്റ് ചെയ്തിട്ടില്ല. അതായത് സ്കേഴ്സിറ്റി വരെ വന്നിട്ടുണ്ട്. മെനി സെറ്റ് ലൈബ്രറീസ് അബണ്ടൻറ്റ് വൈൽ സം സെക്ടേഴ്സ് ഹാവ് ബി സ്കേഴ്സിറ്റി. അപ്പോൾ ഇതൊക്കെ റീസണാണ് എന്തെന്നാണ് അൺഎംപ്ലോയ്മെൻറ്റിൻ്റെ. ഇനി നമുക്ക് ഇതിൻ്റെ റെമഡിയൽ മെഷേഴ്സ് ഉണ്ട് ബൈ ഗവൺമെൻറ് റെഡ്യൂസ് അൺഎംപ്ലോയ്മെൻറ്റ് പ്രോബ്ലം. റൂറൽ വർക്ക് പ്രോഗ്രാം ടു പ്രൊവൈഡ് എംപ്ലോയ്മെൻറ്റ് ടു റൂറൽ പീപ്പിൾസ്, കുറേ പ്രോഗ്രാംസ് ഗവൺമെൻറ് ഇറക്കിയിരിക്കുന്നത്. ഈ പ്രോഗ്രാംസ് മാർജിനൽ ഫാമർ ആൻഡ് അഗ്രികൾച്ചർ ലേബേഴ്സ് പ്രോഗ്രാം MFAL provide subsidized credit facility to family migration marginal farmers and agriculture laborers. Integrated dry land agriculture development program സോയിലിന് അതുപോലെ ലാൻഡിന് വേണ്ടിയിട്ട്. ഏരിയ ഡെവലപ്മെൻറ്റ് സ്കീം ചെയ്യും ഡെവലപ്പിംഗ് ഇൻഫ്രാസ്ട്രക്ചേഴ്സിന്. ഇതൊക്കെ ഗവൺമെൻറ് ഇറക്കിയ പുതിയ പ്രോഗ്രാംസാണ്. ഇതിനൊക്കെയുള്ള ഒരു റെമഡിയൽ മെഷേഴ്സാണ്.
ക്രാഷ് പ്രോഗ്രാം ഫോർ റൂറൽ ഡെവലപ്മെൻറ്റ് അതെന്ന് പറഞ്ഞത് എംപ്ലോയ്മെൻറ്റ് റൂറൽ പീപ്പിളിന് വേണ്ടിയിട്ട്. ഫുഡ് ഫോർ വർക്ക് പ്രോഗ്രാം, പേയ്മെൻറ്റ് ഫോർ വേജസ്, ഫുഡ് ഗ്രെയിൻസ്, ഭക്ഷണം മേടിക്കാനും കാര്യങ്ങൾക്ക്. ഇൻറ്റിഗ്രേറ്റഡ് റൂറൽ ഡെവലപ്മെൻറ്റ് IRDP, സെൽഫ് എംപ്ലോയ്മെൻറ്റ് എമംഗ് മെമ്പേഴ്സ് ഓഫ് പുവർ ഹൗസ് ഹോൾഡ്. സ്വയംപ്രാപ്തമായി ഇപ്പോൾ പറയില്ലേ എല്ലാവർക്കും ജോലിയാണ്, വീട്ടിലിരുന്നിട്ട് ജോലി എടുക്കാൻ പറ്റണത്, സ്വന്തമായിട്ട് സെൽഫായിട്ട് ചെയ്യുന്നത്, അതിൻ്റെ ഒരു പ്രോഗ്രാം എന്ന് പറഞ്ഞാൽ IRDP. കുറേ ഇപ്പോൾ പിന്നെ നാഷണൽ എംപ്ലോയ്മെൻറ്റ് പ്രോഗ്രാം, അഡീഷണൽ പിന്നെ ട്രെയിനിങ് റൂറൽ യൂത്ത് ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ്, നെഹ്റു റോസ്ഗാർ യോജൻ, സെൽഫ് എംപ്ലോയ്ഡ് എഡ്യൂക്കേറ്റ് അൺഎംപ്ലോയ്ഡ് യൂത്ത്. അതൊക്കെ നിങ്ങൾ വായിക്കാം. ഇതൊക്കെയാണ് ഗവൺമെൻറ് അൺഎംപ്ലോയ്മെൻറ്റ് തടയാൻ വേണ്ടിയിട്ട് എടുത്ത മെഷേഴ്സ്, അവരുടെ പ്രോഗ്രാംസ് ഇതൊക്കെയാണ്. അപ്പോൾ അത് നിങ്ങൾ ജസ്റ്റ് വായിക്കുക, ഒരു പഠിക്കുക, വായിച്ചിട്ട് അത് പഠിക്കുക. ഇനി അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? അണ്ടർ എംപ്ലോയ്മെൻ്റ് എന്ന് പറഞ്ഞാൽ കിട്ടണ പൈസയ്ക്ക് നമ്മുടെ ജോലി, നമുക്ക് എന്താ പറയുക, നമ്മൾ പഠിച്ചതിനുള്ള ജോലി ആവില്ല നമ്മൾ ചെയ്യാമെന്നൊക്കെ കേട്ടിട്ടുണ്ട്. ഞാൻ പഠിച്ചതിനൊന്നുള്ള ജോലിയല്ല നിങ്ങൾ ചെയ്യണത്, പക്ഷെ എനിക്ക് എന്തായാലും പൈസയുടെ ആവശ്യമുണ്ട്, അതുകൊണ്ടാണ് ഞാനിത് ചെയ്യണേ എന്ന് പറയുന്നില്ലേ, അങ്ങനത്തെ ഒരു സിറ്റുവേഷനെ പറയണതാണ് അണ്ടർ എംപ്ലോയ്മെൻറ്റ്. ടേം യു ഡിസ്ക്രൈബ് ദാറ്റ് ഹു ടേക്ക് എ പാർട്ട് ജോബ് ബട്ട് സീക്കിംഗ് ഫുൾ ടൈം employment or those who take job below their capacity. People with education and skill accept unskilled job rather than remaining unemployed. ജോലി ഇല്ലാണ്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് അവരുടെ സ്കില്ല്, അവർക്കുള്ള നോളേജ് അല്ലെങ്കിൽ സ്കില്ല് വെച്ചിട്ട് അവർ വേറെ ജോലി ചെയ്യുക. അപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ എൻജിനീയർ ഗ്രാജുവേറ്റ്, അവരെന്താണ് വർക്ക് ചെയ്യണത്, ക്ലർക്കായിട്ട്, ഒരു ഡിവിഷൻ ക്ലർക്ക്, ലോവർ ഡിവിഷൻ ക്ലർക്കായിട്ട് ജോലി ചെയ്യുക. ഒരു PG കഴിഞ്ഞൊരു സ്റ്റുഡൻറ്റ് വേണമെങ്കിൽ വേണമെങ്കിൽ അടിച്ചു വരാൻ പോയി അങ്ങനത്തെ അല്ലെങ്കിൽ അങ്ങനത്തെ നമുക്ക് ഒരിക്കലും ചിന്തിക്കാൻ പറ്റാത്ത ജോലിയിൽ അവർ ഏർപ്പെട്ട് പോവാം. അങ്ങനത്തെ കേസാണ് ഇത് അണ്ടർ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ. ഫുൾ എംപ്ലോയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ എല്ലാ ഫുൾ റിസോഴ്സസ് വെച്ചിട്ട് എക്കണോമിയിലെ ഗുഡ്സ് ആൻഡ് സർവീസസ് എന്താ പറയുക യൂസ് ചെയ്യണ, അത് എംപ്ലോയ് ചെയ്യുന്നതിനെ പറയുന്നതാണ് ഫുൾ എംപ്ലോയ്മെൻറ്റ്. ഇനി നമുക്ക് പോവേർട്ടി ഇൻ ഇന്ത്യയുടെ പോവേർട്ടി എന്ന് പറഞ്ഞത് is underdeveloped country in the world, particularly Asia and Africa. Poverty may define a social phenomenon which is a section of society unable to fulfill even basic necessity of life. അവരുടെ ബേസിക് ആയിട്ടുള്ള നെസസറി ഐറ്റംസ് ഫുൾഫില്ല് ചെയ്യാൻ പറ്റാത്ത വ്യക്തികളെ പറയണതാണ് എന്തെന്ന് പറഞ്ഞാൽ പോവർട്ടി എന്നാണ്. ദാരിദ്ര്യം അല്ലേ, ഫുഡോ ഷെൽട്ടറോ അല്ലെങ്കിൽ അവർക്ക് വേണ്ട കാര്യങ്ങളൊന്നും കിട്ടാണ്ടാവുന്ന അവസ്ഥ. അത് ഇന്ത്യയിൽ വളരെയധികം കൂടുതലാണ്. ഇത് ഡിനർ ഓഫ് ഓപ്പർച്യൂണിറ്റി ലെഡ് ലോങ് ഹെൽത്തി ക്രിയേറ്റീവ് ലൈഫ്, എൻജോയ് ഓഫ് ഡീസൻറ്റ് സ്റ്റാൻഡേർഡ് ഓഫ് ഫ്രീഡം, ഡിഗ്നിറ്റി, സെൽഫ് റെസ്പെക്ട് ഫോർ അതേഴ്സ്. പോവർട്ടി ലൈൻ മിനിമം ലെവൽ ഓഫ് ഇൻകം ഡീംഡ് അക്കോർഡിംഗ് ഫോർ ദ സർവൈവൽ ഓഫ് വർക്ക്. പോവർട്ടി എന്ന് പറഞ്ഞാൽ എന്താ എഴുതേണ്ടത്? പോവർട്ടി എന്ന് പറഞ്ഞത് എന്താ, അവർക്ക് ഭക്ഷണം കഴിക്കാൻ അത്രയും ഭക്ഷണമൊന്നും ഉണ്ടാവില്ല. ആ ഭക്ഷണം ഇല്ലെങ്കിൽ എന്താ ഉണ്ടാവുക, അവർക്ക് ഇന്നെഫിഷ്യൻ്റ് ആവും, ഇൻകേപ്പബിൾ ആവും, അവർക്ക് അത്ര എന്താ പറയുക ഇതുണ്ടാവില്ല. ഭക്ഷണം കഴിച്ചില്ലെങ്കിൽ നമ്മുടെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കൂ, അങ്ങനത്തെ ഇതാവും. അപ്പോൾ എന്താ ഉണ്ടാവുക, അവർക്ക് വർക്ക് ചെയ്യാൻ പറ്റില്ല. അങ്ങനെ വർക്ക് ചെയ്യാൻ പറ്റാത്താകുമ്പോൾ അവർക്ക് പൈസ കിട്ടില്ല. അങ്ങനെ പൈസ കിട്ടാണ്ടാകുമ്പോൾ അവിടെ ദാരിദ്ര്യം ഉടലെടുക്കും. ഇപ്പോൾ നമ്മുടെ ഏറ്റവും കൂടുതൽ പോവർട്ടി ഉള്ളത് എന്ന് പറയുന്നത് നമ്മുടെ ഡെവലപ്ഡ് കൺട്രീസ്, ഡെവലപ്ഡ് ആവാത്ത അണ്ടർ ഡെവലപ്ഡ് കൺട്രീസിലായിരിക്കും കൂടുതൽ. ഏഷ്യ, ആഫ്രിക്ക എന്നുള്ള കൺട്രീസിൽ അവരുടെ ഫുൾഫിൽ ചെയ്യാൻ പറ്റാതെ ബേസിക് നെസസറി ഫുൾഫിൽ ചെയ്യാത്തവിടെ അവിടെയാണ് പോവർട്ടി ഉടലെടുക്കുന്നത്. ഇവിടെ എന്താ പറയുക, അവർക്ക് എന്താ ഉണ്ടാവാത്തത്, ഓപ്പർച്യൂണിറ്റി ലോങ് ഹെൽത്ത്, ക്രിയേറ്റീവ് ലൈഫോ എന്തെങ്കിലും ഡിഗ്നിറ്റിയോ അങ്ങനത്തെ കാര്യങ്ങളോ ഒന്നും എന്താണ് ഉണ്ടാവില്ല. ഇനി പോവർട്ടി ലൈന്